ഇൻസ്പെക്ടർ അല്ലേ? ഉണ്ട്, വിളിക്ക. എന്ത് വേണം? പേഴ്സണലായിട്ടൊരു കാര്യം. അതിന് വെളിയിൽ ഇങ്ങനെ നിന്നാ മതിയോ? അകത്തേക്ക് വരൂ. ഇരിക്കൂ. എന്താ? ഞാനൊരാളിനോട് 250 രൂപ കടം വാങ്ങി. ഇന്നത് തിരിച്ചു കൊടുക്കണം. ഒരാഴ്ചത്തേക്കൊന്ന് സഹായിച്ചാൽ. സ്റ്റേഷനിൽ ഇനി മറ്റാരും അവശേഷിച്ചിട്ടില്ല അല്ലേ? ഞാനിപ്പോ വരാം. ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്നറിയാം. മറ്റൊരു വഴിയും കാണാത്തോണ്ടാണ്. സത്യം പറയണം. ആർക്ക് കൊടുക്കാനായി പണം? മടിക്കണ്ട, പറഞ്ഞോളൂ. നുണ പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കും. 1-2 പ്രാവശ്യം ഇമ്മോറൽ ട്രാഫിക്കിന് ശിക്ഷിച്ചിട്ടുള്ള ഒരു പെണ്ണ. പേര് സതി. നാണല്ലേ മനുഷ്യ? ജീവിക്കാൻ വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന്റെ അടുത്തുനിന്ന് കടം. ഇറങ്ങി പോണം മിസ്റ്റർ. ഐ എം സോറി. നിൽക്കൂ, ആ ചായ കുടിക്കണം. ഈ മാസത്തെ ശമ്പളത്തിൽ വേണ്ടതുപോലെ ചെയ്യാം. തൽക്കാലം രൂപ കൊണ്ടുപോയി അവൾക്ക് കൊടുക്കണം. നീ എന്തിനാ പാവത്തിന് എപ്പോഴും ഇങ്ങനെ ചാടിക്കുന്നത്? അടിമയെ സ്നേഹിച്ച് രാജകുമാരിയുടെ ഒരു കഥയുണ്ട്. നിന്നെ കാണുമ്പോ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. എന്താ? രാജകുമാരിക്ക് അടിമയോട് ചെറിയൊരു പ്രേമം. അത് പ്രകടിപ്പിക്കുന്നത് ആ പാവത്തിനെ ഉപദ്രവിച്ചും ചീത്ത വിളിച്ചും മറ്റുമാണ്. ഇതേ വികാരമല്ലേ നീ ആ കോൺസ്റ്റബിളിനോട് കാണിക്കുന്നത്? സ്റ്റെല്ല, നീ സ്റ്റേഷനിൽ ചാർജ് എടുത്ത അന്ന് മുതൽ എന്തു പറഞ്ഞാലും അവസാനിക്കുന്ന പ്രഭാതത്തിലാണ്. എന്തിനാ എന്റെ അടുത്ത് വിളിക്കുന്നത്? നിനക്ക് അയാളെ ഇഷ്ടമല്ലേ? എന്തോ മനസ്സിനകത്ത് എവിടെയോ ഒരു ചലനമുണ്ട്. എങ്കിൽ അത് അയാളോട് തുറന്നു പറഞ്ഞൂടെ? ഞാൻ എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? അയാൾ വെറും ഒരു കോൺസ്റ്റബിൾ. ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ആകെ ചെറുതാവും. സ്റ്റാറ്റസ്? താലൂക്ക് ഓഫീസിലെ ക്ലർക്കിന് സ്റ്റാറ്റസ് ഇല്ലെന്നും പറഞ്ഞ് IAS ഓഫീസറെ കൊണ്ട് കെട്ടിച്ച് എന്റെ ഗതി നീ കണ്ടില്ലേ? നിനക്കറിയോ, ഇന്ന് ആ ക്ലർക്ക് RDO ആണ്. ആശേ, മനസ്സ് വിളിക്കുന്നിടത്തേക്ക് തന്നെ നീ പോകാവൂ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല. ഓടി വരണേ. എന്റെ തലകുട്ടി. അച്ഛനൊന്ന് അടങ്ങി കിടന്നൂടെ? എടാ മോനെ, നീ പോയി കുറെ സിസ്റ്റർമാരെ വിളിച്ചോണ്ടോ ഇതിന്റെ മുകളിൽ പൊക്കി കിടത്താ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അയ്യോ, എന്റെ കാല് സിസ്റ്റർമാരെ ഓടി വായോ. എന്റെ കാലിനൊന്നും പറ്റിയില്ല. മിണ്ടാതെ കട. ഈ പണം നിന്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്തത് എന്റെ തൊഴിലിനോട് ചെയ്ത ഏറ്റവും വലിയ അപരാധമാണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. തട്ടിയെടുത്തെന്ന് ആര് പറഞ്ഞു? കടമല്ലേ. തിരിച്ചു വന്നപ്പോ ആ കടം വീടുകയും ചെയ്തു. സാരമില്ല. ഞാൻ പ്രഭാകരന്റെ അച്ഛനെ ഒന്ന് കാണാന്ന് കരുതി. എങ്ങനെയുണ്ട്? വലിയ ഫ്രാക്ചർ ഒന്നും ഇല്ലല്ലോ? ഇല്ല. അച്ഛാ, പുതിയ SI. ഭാഗ്യവാൻ. ഈ പ്രായത്തിലും പട്ടം പറത്താൻ തോന്നുന്നല്ലോ അല്ലേ? പട്ടം എനിക്ക് ചില സമയത്ത്. പട്ടമല്ല, പട്ടയാണ് വീക്ക്നെസ്. ഞാൻ ടാക്സി വിളിക്കാം. വേണ്ട, കൂട്ടിന് പ്രഭാകരനുണ്ടല്ലോ. നമുക്ക് അല്പം നടക്കാം. പ്രഭാകരന്റെ സതിയെ വളരെ കാലമായിട്ട് അറിയാമോ? ഏയ്, അങ്ങനെ പലയിടത്തും കണ്ടുപരിചയമുണ്ട്, അത്രേ ഉള്ളൂ. ഞാനൊരു സൽസ്വഭാവിയാണ്. എന്താ വിവാഹം കഴിക്കാത്തത്? ആരാ? സതിയോ? അവളെയല്ല, പ്രഭാകരൻ എന്താ വിവാഹം കഴിക്കാത്തത്? അത് ഈ ജന്മം നടക്കുന്ന മട്ടില്ല. അതെന്താ അങ്ങനെ? ഒന്നിനും കൊള്ളിക്കാത്ത അച്ഛൻ, നാക്കിനില്ലാത്ത അമ്മ,
എന്ത് കൊടുത്താലും അത്യാഗ്രഹം തീരാത്ത ചേച്ചി അളിയന്, വിവാഹപ്രായമായ അനിയത്തി. ഇതിന്റെ ഇടയിൽ എന്റെ കല്യാണം എങ്ങനെ നടക്കാനാ? ഗണപതി ഭവാന് നാളെ എന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ട്. എനിക്ക് അതുമില്ല. കുറുപ്പട്ട മില്ലെന്താ അടച്ചിട്ടിരിക്കുന്നേ? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അടച്ചെന്നോ? ആര് പറഞ്ഞു അടച്ചെന്ന്? ചെറുക്കൻ അവിടെ ഉണ്ടല്ലോ. എന്നാലൊന്ന് വന്നു നോക്ക്. ഊൺ സമയം ലഞ്ച് ബ്രേക്ക് എന്നൊരു ബോർഡും തൂക്കിയിട്ടുണ്ട്. തനിക്ക് സ്ഥലം മാറിപ്പോയതായിരിക്കും. ഞങ്ങളുടെ ശ്രീകൃഷ്ണ ഫ്ലോർ മില്ലിന് ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. കറണ്ട് കട്ടില്ലായിരുന്നെങ്കിൽ രാത്രിയും കൂടെ ഞാൻ പൊടിച്ചെന്നെ, അറിയാമോ? എന്നാലൊന്ന് വന്നു നോക്ക്. വാ. ഇതെന്തൊരു പറയുമായും? ഈ കൊച്ചു കഴിവറവൻ എവിടെ പോയി? എടാ ശ്രീകൃഷ്ണ, അയ്യോ എന്താ ഇതിനാണോടാ ഈ നട്ടുച്ചയ്ക്ക് മില്ലടച്ചിട്ടത്? ശ്രീകൃഷ്ണ എന്ന് പേരിട്ട് എല്ലാം വേണം ചവിട്ടാൻ. പിന്നെ ഞാൻ ഈ ഗോതമ്പിന്റെ കൂടെ പൊടിച്ച് പട്ടിക്കിട്ട് കൊടുക്കൂടാ. ഇരുന്ന് മുഷിഞ്ഞല്ലേ? ഇപ്പൊ വരും. ഇദ്ദേഹമാണ് പെൺകുട്ടിയുടെ അച്ഛൻ കൈമൾ. നമസ്കാരം. ഇത് അമ്മ ഗൗരിയമ്മ. ഇത് ഏക സഹോദരൻ പ്രഭാകരൻ, പോലീസാ. ഇത് നളിനൻ. ഇവിടെയൊക്കെ കണ്ടു കാണും. നളിനനും പ്രഭാകരനും കൂടപ്പിറപ്പുകളെ പോലെ. ഇത് എന്റെ ഭാര്യ ദാക്ഷായിനി. ദാക്ഷായിനി അമ്മ. എന്റെ ചെക്കൻ ചെയ്തത് തെറ്റ് തന്നെ. കന്യകയായ ഒരു പെണ്ണിനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പണം ദാക്ഷാണിയമ്മയ്ക്ക് പ്രശ്നമല്ല. ഞാൻ തറവാട്ടുകാരിയാ. എനിക്ക് പ്രശ്നം ജാതിയും തറവാട്ട് മഹിമയുമാണ്. ഞാനും തറവാട്ടുകാരൻ തന്നെയാ. ഒന്നാന്തരം നായർ, പാട്ടത്തിൽ കൈമൾ. പക്ഷെ നിങ്ങളുടെ ഭാര്യ ജാതിയിൽ സമമല്ലെന്നാണല്ലോ കേൾവി. നിങ്ങളാരാ? രജിസ്റ്റർ ഓഫീസറാ? ഞങ്ങളുടെ ജാതി മതം അന്വേഷിക്കാൻ? 10-35 വർഷം അതെല്ലാം അറിഞ്ഞു തന്നെയാ ഞാൻ ഈ മനുഷ്യനോട് താമസിച്ചത്. നിങ്ങളുടെ മോൻ എന്റെ മോടെ പുറകെ നടന്നതും വിളിച്ച് മില്ലിനകത്ത് കയറ്റിയതും അവളുടെ ജാതി മതം ചോദിച്ചിട്ടാണെന്ന് മോനോടും ചോദിച്ചേ? അതെ അമ്മേ, ഞാനാ. പുരുഷ സ്ത്രീയുടെ പുറകെയല്ല, സ്ത്രീ പുരുഷന്റെ പുറകെ പോകേണ്ടത്. ഞാൻ എന്റെ അച്ഛനെ കണ്ടല്ലേ പഠിക്കേണ്ടത്. അത് നിന്റെ അമ്മയുടെ തറവാട്ട് മഹിമ ഉണ്ടാ. തറവാട്ട് മഹിമ ഉണ്ടെന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞാ പോരാ, മറ്റുള്ളവർക്കൂടെ ബോധ്യപ്പെടണം. എന്താ ബോധ്യപ്പെടുത്താൻ? ദാക്ഷാണിയമ്മേ, കൂടുതൽ എന്തിനാ സംസാരിക്കണേ? നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അത് പറ. സമ്മതമാണെന്ന് പറയമ്മേ. എനിക്ക് ലീലയെ ജീവന് തുല്യ ഇഷ്ട. ദാശാനമ്മേ, ഇവരെ തറവാട്ട് മമ്മിക്ക് ഒരു കുറവുമില്ല, ഇനിയൊട്ട് കുറയുമില്ല. നിങ്ങൾ ഇതങ്ങ് സമ്മതിക്കണം. സ്വന്തം കാര്യത്തിൽ ഇത്രയ്ക്കൊന്നും ആലോചിച്ച് കാണില്ലല്ലോ. ഉണ്ടെങ്കിൽ ഈ കുരിപ്പിനെ നിങ്ങൾ കെട്ടുമായിരുന്നോ? കുരിപ്പല്ല, കുറുപ്പ്. ശരി, എനിക്ക് എന്റെ ചെക്കന്റെ ജീവിതമാ വലുത്. അവന് ഇത് തന്നെ ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. പിന്നെ ഒരു കാര്യം, വിവാഹത്തിന്റെ എല്ലാ ചെലവും ഞാൻ വഹിക്കും. ഉർവശി ശാപ ഉപകാരം. ആ കാര്യത്തിൽ ദാക്ഷാണിയമ്മ വാശി പിടിക്കരുത്. കല്യാണ ചെലവൊക്കെ ഞാൻ നടത്തും. അത് ഞാൻ സമ്മതിക്കില്ല. ഞാനും സമ്മതിക്കില്ല. കൈമൾക്ക് അങ്ങനെ താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ കൂടെ നടന്നോട്ടെ. അതാ നല്ലത്. അച്ഛൻ എന്തായി പറയുന്നത്? ദാക്ഷായണിയമ്മയ്ക്ക് ഒറ്റ മകനല്ലേ ഉള്ളൂ. അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അച്ഛൻ സമ്മതിക്കേ? സമ്മതിക്കുന്നേ ഇല്ല. സമ്മതിച്ചു. സന്തോഷമായല്ലോ. സാറേ, തൊഴി കൊണ്ട് അടിവേറെല്ലാം കലങ്ങി. ഒന്ന് മൂത്രമൊഴിക്കണം. ചെല്ലേ. സബ് ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നതിനിടയിൽ ആ വാസു കടന്നളഞ്ഞത്രേ. അയ്യോ, നമ്മളെ കയ്യിൽ നിന്നല്ലല്ലോ സാർ ചാടിപ്പോയത്. പിന്നെ നമുക്കെന്താ പ്രശ്നം? പ്രശ്നമുണ്ടോ പ്രഭാകരന്? ഓൻ സൂക്ഷിക്കണം. ഇത്തവണ അവൻ ചാടി രണ്ടും കൽപ്പിച്ചു തന്നെയാ. വാസുവിന് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴേ അവൻ പറഞ്ഞിരുന്നു പ്രഭാകരനെ വെച്ചേക്കൂലെന്ന്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാ വിവരം പറഞ്ഞില്ല? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അവൻ ചാടി പോകുന്നു. പ്രഭാകരൻ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീർന്നിട്ടില്ല. നിങ്ങൾ ഒന്നുകൂടി ശ്രമിക്കണം. ഇത് കൊലച്ചോറ് തന്നെയാണ്. എല്ലാം വിധിയാണ് മോനെ. നീ എന്നാ ജയിലിൽ നിറങ്ങിയത്? കഴിഞ്ഞ 15-ാം തീയതി.
നീ എൻ്റെ കൂടെ വാ. എനിക്കൊരു കണക്ക് തീർക്കാനുണ്ട്. ഇന്നോ? ഇപ്പോ തന്നെ. എന്താ ആ വാസു വരുന്നുണ്ട്. ഒന്നി പഠിച്ച 3 ഇപ്രാവശ്യം എന്നെ തട്ടി തന്നെ. അയ്യോ വണ്ടി വിട്ടോ അവരെ കേട്ടല്ലേ? ഓഹോ കേറ്റി. സാധാരണ പോലീസുകാർ കള്ളന്മാരെ ഓടിക്കാറാണ്. ഇത് നേരെ പറഞ്ഞാണല്ലോ. സ്ഥലം പറയടൂ. പുറകെ മുമ്പേ പോകാൻ വേറെ ആളെ അന്വേഷിച്ചു. അയ്യോ വണ്ടി നിർത്തേ. തലക്കടിക്കും. ഞാനെന്തിനാ ഇയാളെ തൊടുന്നത്? ഒരു കുറ്റം ചെയ്യാത്ത എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകാൻ വന്നതാണല്ലേ? ചുണയുണ്ടെങ്കിൽ ആ ദ്രോഹിയെ പോയി പിടിക്കേ. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? വേവിച്ച മുതലാളിയുടെ കാര്യം. എന്റെ കൊച്ചെ, ഞാൻ നിന്നെ പിടിക്കാനൊന്നും വന്നതല്ല. ഇവിടെ ഒളിച്ചിരിക്കാൻ കയറിയതാ. കള്ളം. നിങ്ങൾ പോലീസല്ലേ? പോലീസ് എന്തിനാ ഒളിച്ചിരിക്കുന്നത്? പോലീസുകാരനും മനുഷ്യനാ. അവനും ജീവനിൽ കൊതിയുണ്ട്. ഗതി കെട്ടാൽ അവനും ഓടും, ഒളിക്കും. ഒരു കള്ളനും ഒരു ഭീമനും കൂടെ എന്റെ പറയാൻ വരുന്നുണ്ട്, എന്നെ കൊല്ലാൻ. അവൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും. ഇന്ന് നമ്മൾ അവന്റെ കാല് തല്ലി ഓടിച്ചില്ലെങ്കിൽ നാളെ അവനൊരു പടയുമായി വന്ന് നമ്മുടെ കഥ കഴിക്കും. ഞാൻ ഇതിലേ പോയി നോക്കാം. ഇത് പട്ടി ചന്തയ്ക്ക് പോയതുപോലെയായി. ഇനി അങ്ങോട്ടാ പോവാ? ബസ് കയറി കണ്ടെന്നല്ലേ നളിനം പറഞ്ഞ്. വാസുവിന്റെ കൂടെ ആ കൊല്ലം നാണുണ്ട്. മിക്കവാറും പ്രഭാകരൻ മയ്യത്തെ നമുക്ക് കിട്ടുള്ളൂ. നിന്റെ തിരുവാതിര കൊണ്ടൊന്നും മൊഴിയാതെ. തിരുവാതിരയല്ല, സംക്രാന്തി. ഒന്നും ഉണ്ടായിട്ടോ. സാറ് ശരിക്കും പോലീസ് തന്നെയാണോ? അതെ, പ്രഭാകരൻ എന്നാണ് എന്റെ പേര്. ഇയാളുടെ പേരെന്താ? ഇന്ദു. എന്തിനാ ഇവിടെ വന്നത്? ബേബിച്ച മുതലാളിയുടെ ആളുകളെ പേടിച്ച്. ബേബിച്ച മുതലാളിയോ? വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, പിന്നെ ചിറ്റപ്പൻ. ചിറ്റപ്പനോ? അതെ, രണ്ടാനച്ഛൻ. ഓഹോ,
അപ്പൊ അമ്മ പെശകല്ലേ? അയ്യോ അല്ല, എന്റെ അമ്മ ഗതിയില്ലാതെ വന്നപ്പോ അങ്ങനെ അങ്ങ് ആയിപ്പോയതാ. ഇന്ദുവിന് കൂടപ്പറപ്പുകൾ ആരുമില്ലേ? ഒരു ചേട്ടനുണ്ട്. 12-ാം വയസ്സിൽ കറിക്കത്തി കൊണ്ട് ചിറ്റപ്പനെ വെട്ടി ഓടിപ്പോയതാ. പിന്നെ സർവത്ര പിഴയായി, ചത്തുപോയതിന് സമം. ചേട്ടന്റെ കാര്യം ഓർത്താണോ കരയുന്നത്? ആങ്ങളെ ചൊവ്വായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരുമായിരുന്നു. സാറ് പോലീസല്ലേ, എന്നെ രക്ഷിക്കാമോ? ഞാനോ? ഞാനെങ്ങനെ രക്ഷിക്കാനാ? എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ചിറ്റപ്പൻ അമ്മയെ അടിച്ചു ചതച്ചിട്ട് അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഒറ്റയ്ക്ക് നടന്ന ആ ബേബിച്ചിന്റെ ആൾക്കാരെന്നെ പിടിച്ചോണ്ട് പോവും. എന്തിന്? നീ അയാളോട് എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തോണ്ടാ അയാൾക്ക് എന്നോട് ദേഷ്യം. നടന്ന എന്താണെന്ന് വെച്ചാ നീ തുറന്നു പറ. എന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. ആ കാലമാടം വന്നു. എനിക്ക് പേടിയാ, ഞാൻ പോണില്ല. ആഹാ, നീ ഇതുവരെ ഒഴുകില്ലേടി? പോയി സാരി എടുത്തു നോക്ക്. അവൾക്ക് അവിടെ വരാൻ ഇഷ്ടമല്ല. ആ ബേബിച്ചിന്റെ സ്വഭാവം ചീത്തയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയും കാലം നിന്നെ നിന്റെ മകളെ തീറ്റിപ്പോറ്റി എന്നെ നിനക്ക് വിശ്വാസമില്ല. നന്ദി കെട്ട വർഗം. എടി, ഞാൻ എത്ര കാല് പിടിച്ചിട്ടാണെന്ന് അറിയാവോ അയാൾ ജോലി വിടാൻ സമ്മതിച്ചത്? ചൂലേ, മാസം 1000 രൂപ. എടി, പോയി സാരി കൊടുക്ക്. എന്റെ തനി സ്വരൂപം കാണണ്ട എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആയിക്കൂ. ഞാൻ കാറിലിരിക്കും. 5 മിനിറ്റിൽ വന്നേക്കണം. മോളെ, എതിർത്ത് നിൽക്കാനുള്ള ശേഷി നമുക്കില്ല. ഈ ദ്രോഹി എന്റെ മുമ്പിൽ വെച്ച് നിന്നെ നശിപ്പിക്കാനും മടിക്കില്ല. എന്റെ മക്കൾ ഒന്ന് പോയി നോക്ക്. നീ സൂക്ഷിച്ചു നിന്നാ മതി. ഇവളാണോടാ നിന്റെ കീപ്പിന്റെ മോള്? അന്നേ തള്ള എന്റെ കിട്ടുമ്പോ ഈ പെണ്ണിന് 1.5 വയസ്സാ പ്രായം. ഓ, നീ ടൈപ്പ് പഠിച്ചിട്ടുണ്ടല്ലേ? ലോവർ ജയിച്ചു. തൽക്കാലം അത് മതി. ഹയറിന് ഞാൻ പഠിപ്പിക്കാം. ആദ്യം ഇവിടെ തന്നെ തുടങ്ങണം എന്നുള്ളത് എന്റെ വലിയ മോഹമായിരുന്നു. എന്നാ നീ അപ്പുറത്തേക്ക് ചെല്ല്. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ഇവളോട് ഞാൻ സൗകര്യമായിട്ട് കുറച്ച് സംസാരിക്കട്ടെ. പിടിക്കണ അവളെ.